ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൈഫ്രോക്സിൽ ഞാനൊരു ഫ്രോക്കിൽ നിന്നും എങ്ങനെ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫ്രോക്കിൽ നിന്നും നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എടുക്കാം എന്നുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഫ്രോക്കിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ധാരാളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പ്രായം അനുസരിച്ച് ഒരു വയസ്സുള്ള കുട്ടിക്ക് എത്ര മീറ്റർ തുണി വേണം, 2 വയസ്സുള്ള കുട്ടിക്ക് എത്ര മീറ്റർ തുണി വേണം എന്നുള്ള ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രോക്കിൽ നിന്നും നിങ്ങൾക്ക് എത്ര മീറ്റർ തുണി വേണം എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കുകയും പിന്നെ അതിൻ്റെ ആ കുട്ടിയുടെ അളവ് വെച്ചുള്ള ആം ഹോളും നെക്കും ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഫ്രോക്ക്, നിങ്ങളുടെ കയ്യിലുള്ള മുമ്പുള്ള ഒരു ഫ്രോക്ക്, കുട്ടിയുടെ ഒരു ഫ്രോക്ക് എടുത്തിട്ട് ഇതിപ്പം ഫ്രോക്കുകൾ ധാരാളം ഡിസൈൻസിലുണ്ട്. അപ്പോൾ ഇതൊരു പ്ലീറ്റഡ് ഫ്രോക്കാണ്. നോർമലി ടോപ്പ് പോർഷനും സ്കേർട്ടും രണ്ടായിട്ടുള്ള ഫ്രോക്കിനൊക്കെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ആദ്യം നമ്മൾ ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ആദ്യം മെഷർ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 64 സെന്റിമീറ്റർ, 25 ഇഞ്ച് 64 സെന്റിമീറ്റർ നീളമാണ് ഈ ഫ്രോക്കിനുള്ളത്. അപ്പൊ നമ്മൾ ഈ പ്ലീറ്റഡ് ഫ്രോക്ക് ആകുമ്പോൾ ഇത് കണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ രണ്ടായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും 2 പീസ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്കേർട്ടിന്റെ പോർഷന്റെ നേരെ ഇരട്ടി ക്ലോത്ത് വേണം. അപ്പൊ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കട്ട് ചെയ്യുന്ന രീതിയും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ സെയിം ഫ്രോക്കിനെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം സ്കേർട്ടിന്റെ തുണിയുടെ ഇരട്ടി ക്ലോത്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് അതൊന്ന് മെഷർ ചെയ്യുക. അതിപ്പോൾ ഏകദേശം 40 സെന്റിമീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ 40 × 2 80 സെന്റിമീറ്റർ തുണിയാണ് നമുക്ക് സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം ഈ ഫ്രോക്കിന്റെ മെഷർമെന്റ് വെച്ചാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രോക്കിന്റെ അനുസരിച്ച് നിങ്ങളത് മെഷർ ചെയ്യണം. ഇനി ടോപ്പ് പോർഷനാണ് എടുക്കേണ്ടത്. ടോപ്പ് പോർഷൻ ഏകദേശം 24 സെന്റിമീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 മീറ്റർ 5 സെന്റിമീറ്റർ ക്ലോത്ത് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു 1.25 മീറ്റർ തുണിയാണ് ഇതുപോലെയുള്ള ഒരു ഫ്രോക്കിന് വേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് എത്ര തുണി വേണം എന്ന് ഇതുപോലെ ഒരു ഉടുപ്പിൽ നിന്ന് നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാം. പല ഉടുപ്പിന്റെ ഫാഷനനുസരിച്ച്, മോഡൽ അനുസരിച്ച് അതിൽ വ്യത്യാസം വരാം. പക്ഷെ ഇതുപോലെ ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് ഉള്ള ഒരു ഉടുപ്പാണെങ്കിൽ ഇതുപോലെയാണത് മെഷർ ചെയ്യേണ്ടത്. ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് ഉള്ള മിക്ക ഉടുപ്പുകൾക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ തുണി എത്ര വേണം എന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ 1.25 ഇഞ്ചായിട്ട് 1 മീറ്റർ 5 ഇഞ്ച് അങ്ങനെ കിട്ടാൻ വിഷമമായിരിക്കും കടയിൽ. അപ്പൊ നമുക്കൊരു 1.25 മീറ്റർ തുണി അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് അതിന് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ തുണി എത്ര വേണം എന്ന് നമുക്ക് കണക്കാക്കാവുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉടുപ്പിന്റെ മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന്, ഒരു പഴയ ഉടുപ്പിൽ നിന്നും നമ്മൾ എങ്ങനെ കുട്ടിയുടെ പുതിയൊരു ക്ലോത്തിലേക്ക് എങ്ങനെ മെഷർമെന്റ് എടുക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ഈ വാങ്ങിയ തുണിയിൽ നിന്നും ടോപ്പ് പോർഷൻ ഉള്ള തുണി കട്ട് ചെയ്ത് മാറ്റണം. ടോപ്പ് പോർഷൻ അതിനാദ്യം ടോപ്പ് പോർഷന്റെ നീളവും വണ്ണവും അളന്നെടുത്തിട്ട് വേണം നമ്മൾ ആ തുണി കട്ട് ചെയ്ത് മാറ്റാൻ. അതിനുശേഷം നമ്മൾ തുണി നോർമലി നമ്മൾ രണ്ടായിട്ട് മടക്കി ഇടുന്നു. മുറിയാത്ത ഭാഗത്തുനിന്ന് മുറിഞ്ഞ ഭാഗത്തേക്കാണ് മെഷർമെന്റ്സ് ഒക്കെ എടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം നമ്മൾ നെക്കിന്റെ ഇപ്പോൾ ഉള്ള ഉടുപ്പിലെ നെക്കിന്റെ എത്ര ഇറക്കം വേണം അത് നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ 2.5 ഇഞ്ച് ഇറക്കമാണുള്ളത്. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി വേണം ഇടാൻ. കാര്യം നമ്മൾ ഷോൾഡർ കൂട്ടി തയ്ക്കുമ്പോൾ ആ 1/2 ഇഞ്ച് കുറയും, അതുകൊണ്ടാണ്. പിന്നെ കഴുത്തിന്റെ അകലം കണ്ടോ, കഴുത്തിന്റെ അകലം ഇവിടെ ഏകദേശം 1.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉടുപ്പിനെ വിടർത്തുമ്പോൾ 3 ഇഞ്ച് ടോട്ടൽ അകലം വരും. അപ്പോൾ നമ്മൾ ആ 3 ഇഞ്ച് കഴുത്തിന് വേറെ പ്രത്യേകിച്ച് തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. ഈ കഴുത്തിന്റെ ഇറക്കം എടുക്കുമ്പോൾ മാത്രം ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം, ഫ്രണ്ട് പീസും ബാക്ക് പീസും. അതിന് വേണ്ടിയിട്ടുള്ള ആ തയ്യൽ തുമ്പ് മാത്രം ഇട്ടാൽ മതി. കഴുത്തിന്റെ അകലം എടുക്കുമ്പോൾ ഒരിക്കലും തയ്യൽ തുമ്പിന്റെ ആവശ്യമില്ല. ആ അകലം മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഷോൾഡർ പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഷോൾഡറിന്റെ ഭാഗത്ത് മാത്രമുള്ള തുണിയിൽ നിന്നല്ല എടുക്കേണ്ടത്. നിങ്ങൾ കഴുത്ത് അതുപോലെ കട്ട് ചെയ്യുക, കോർണറിൽ വെച്ച്. ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്ന രീതി.
ഇനി നമ്മൾ ഷോൾഡർ പോയിന്റ് എടുക്കുമ്പോൾ ഷോൾഡറിലുള്ള തുണി മാത്രമല്ല ചെയ്യേണ്ടത്, കഴുത്തിന്റെ നെക്കിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നെക്കിന്റെ ഭാഗത്ത് നിന്നും ആ ഷോൾഡർ വരെയുള്ള അകലം, അതാണ് നമ്മൾ ഷോൾഡർ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ശരിക്കും ഷോൾഡർ പോയിന്റ് ഇവിടെ 4 ഇഞ്ചാണ് വരുന്നത്. പക്ഷെ നമ്മളൊരു തയ്യൽ തുമ്പ് കൂടി ഇട്ട് 4.5 ഇഞ്ച് വേണം തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ തയ്ക്കുമ്പോൾ അത് 4 ഇഞ്ചായിട്ട് തന്നെ നിന്നോളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉടുപ്പിന്റെ എത്രയാണെന്ന് വെച്ചാൽ 4 4.5 അല്ലെങ്കിൽ 3.5 ഒക്കെ ആണെങ്കിലും അളവ് ഏതാണെങ്കിലും അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്തെടുക്കുക, ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം കഴുത്തിന്റെ പോർഷനിൽ നിന്ന് തന്നെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ തോളത്ത് മാത്രമുള്ള ഷോൾഡറിൽ മാത്രമുള്ള തുണിയുടെ അളവല്ല എടുക്കേണ്ടത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസിലെല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്യുന്ന രീതിയും അളവെടുക്കുന്ന രീതിയും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പഴയൊരു ഉടുപ്പിൽ നിന്നും നിങ്ങൾക്ക് എടുക്കുന്ന രീതിയും കൂടിയാണ് ഇത് കാണിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് ആം ഹോൾ ആണ്. ആം ഹോളിന്റെ ഇറക്കം ഇപ്പൊ നോർമലി 4.5 ഇഞ്ച് തൊട്ട് എടുക്കാം. 1 വയസ്സ് തൊട്ടൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ 1 തൊട്ട് 4.5 5.5 വരെയൊക്കെ എടുക്കും. പല ഉടുപ്പിന്റെയും പല രീതി. 4.5 മിനിമം എടുത്തിരിക്കും നമ്മൾ. പിന്നെ 1 വയസ്സിലും താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രമേ ഒരു 3 ഇഞ്ച് അല്ലെ 3.5 4 വരെയൊക്കെ പോകുള്ളൂ. തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ. ബാക്കി എല്ലാവർക്കും 4.5 വരെ എടുക്കും. 4.5 തൊട്ട് എടുക്കും, അകലം എടുക്കും. എന്നിട്ട് കോർണർ നമ്മൾ ആം ഹോൾ നോർമലി വെട്ടുന്നത് പോലെ തന്നെ സ്ക്വയർ വരച്ച് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കർവായിട്ട് ആം ഹോൾ നമുക്ക് വെട്ടിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ട അളവ് ചെസ്റ്റിന്റെ അളവാണ്, കുട്ടിയുടെ വണ്ണം. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ബുക്കിൽ ഇതെടുത്ത് മറ്റൊരു ബുക്കും പേനയും എടുത്ത് വെച്ചിട്ട് ഈ പഴയ ഉടുപ്പിന്റെ അളവുകൾ എഴുതി വെച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് എടുക്കേണ്ടത് ചെസ്റ്റിന്റെ അളവാണ്. ചെസ്റ്റിന്റെ അളവ് ആ ആം ഹോളിന്റെ തൊട്ട് താഴെ വെച്ച് എടുക്കാം. നോർമലി നമ്മൾ ചുരിദാറിന്റെ അത്ര ടൈറ്റ് ഫിറ്റ് ഒന്നും ആയിരിക്കില്ല, ഫ്രോക്ക് എപ്പോഴും ഇത്തിരി ലൂസായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവൊന്നും ആവണം, മീൻസ് ചുരിദാറിന്റെ അത്ര കറക്റ്റ് ആയിട്ടുള്ള അളവ് വേണം എന്നില്ല. ഇതിപ്പോൾ 11 ഇഞ്ചുണ്ട്. അപ്പൊ നമ്മൾ തയ്യൽ തുമ്പോട് 11.5 ഇഞ്ചോളം ഉണ്ട് ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്ന ചെസ്റ്റിന്റെ അളവ്. അപ്പൊ നമ്മൾ 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം വിട്ടിട്ട് 13.5 ഇഞ്ച് എടുക്കണം. 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം ഇടുമ്പോൾ ടോട്ടൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം. ഏതളവാണെങ്കിലും ടോട്ടൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഒരു പീസിന്റെ വണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബാക്ക് പീസിനും 11.5 വരും ടോട്ടൽ. അപ്പൊ ടോട്ടൽ വണ്ണം എന്ന് പറയുന്നത് ഏകദേശം 23 ഇഞ്ചാണ് വണ്ണം വരുന്നത്. ഒരു പീസിനാണ് 11.5 കാണിച്ചിരിക്കുന്നത്. നമ്മൾ ടോപ്പിലേക്കുള്ള തുണി വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണിത്. കാര്യം ഈ 1 ഇഞ്ച് എക്സ്ട്രായും കൂടി ഇട്ടിട്ടുള്ള 13.5 ഇഞ്ച് വണ്ണത്തിലുള്ള തുണിയാണ്. 13.5 ഇഞ്ച് വണ്ണവും ഇതിന്റെ ഇറക്കവും. ഈ ടോപ്പിന്റെ ലെങ്ത് അനുസരിച്ചുമാണ് നമ്മൾ തുണി വെട്ടിയെടുക്കേണ്ടത്. ടോപ്പിനുള്ള തുണി കണ്ടോ, ഇതിനിപ്പോ ഇറക്കം വന്നിട്ട് 9 ഇഞ്ചാണ്. അപ്പൊ തയ്യൽ തുമ്പോട് കൂടി 10 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടത്. 10 ഇഞ്ച് ഇറക്കവും 13.5 ഇഞ്ച് വണ്ണവുമുള്ള ഒരു തുണിയാണ് നമ്മൾ 13.5 ഇഞ്ച് വണ്ണവുമുള്ള ഒരു പീസ് തുണി, അങ്ങനെ 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണം. 2 പീസ് തുണിയാണ് നമ്മൾ ടോപ്പ് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഈ മെഷർമെന്റ് വെച്ച് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടാണ് കഴുത്തും കൈയും ഒക്കെയുള്ള കൃത്യമായ ചെസ്റ്റിന്റെ അളവും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ താഴത്തെ ആ ഹിപ്പിന്റെ ഭാഗത്തെ അളവ് എടുക്കുക. അവിടെ നിന്നും ചെസ്റ്റ് ലൈനിൽ നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ച ചെസ്റ്റിൽ മാർക്ക് ചെയ്ത അവിടെ നിന്നും താഴേക്ക്, അവിടെ എന്തായാലും ഹിപ്പിന്റെ ഭാഗം വരുമ്പോൾ കുറച്ച് കുറവായിരിക്കുമല്ലോ വണ്ണം, അവിടേക്ക് നമ്മളൊരു ലൈൻ വരച്ച് അവിടെ അതാണ് 2 സൈഡ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. പിന്നെ 11.5യിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 12.5യിലും 11.5 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ടിരിക്കണം, വണ്ണം എപ്പോഴെങ്കിലും കൂട്ടുകയോ മറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക. വരച്ചിട്ട് ടോപ്പ് പോർഷൻ 2 സൈഡ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. ഇനിയും അടുത്തത് സ്കേർട്ടിന്റെ അളവാണ്. സ്കേർട്ട് അളവ് നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞു. ആ 2 തുണി എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഡബിൾ ആണ് എടുക്കേണ്ടത് ഇതുപോലെ പ്ലേറ്റഡ് സ്കേർട്ടിന്. അപ്പോൾ അത് നമ്മൾ യോജിപ്പിക്കുക. എന്നിട്ട് പ്ലേറ്റ് ഇട്ട് തയ്ച്ചിട്ട് ടോപ്പ് പോർഷനുമായിട്ട് കൂട്ടി തയ്ക്കുക. തയ്ക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെയായ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസിലും ഉണ്ട്, നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കുക. ഇനിയും വേറെ എലൈൻ ഫ്രോക്ക് പോലെയുള്ള ഫ്രോക്കുകളാണെങ്കിൽ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോ, ഇന്നലെ ഇട്ടിരുന്ന കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ എലൈൻ ഫ്രോക്ക് ആണ് ചെയ്തിരുന്നത്. എലൈൻ ഫ്രോക്ക് ആണെങ്കിൽ നമുക്ക് തുണിയുടെ മെഷർമെന്റ് എടുക്കുന്നത് എപ്പോഴും ഈ ഫ്രോക്കിന്റെ നീളം
ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്കുള്ള നീളം മാത്രം എടുക്കുക. അത്രയും തുണി മതിയാകും. പിന്നെ ചെസ്റ്റിന്റെ ഭാഗത്തെ വണ്ണം മാത്രം അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ തുണി ഇതിന് ശരിക്കും 24 ഇഞ്ച് തുണി മാത്രം എടുത്താൽ മതി. ഇതിനെപ്പോലെ ഡബിൾ സ്കേർട്ട് വരുന്നില്ല. അതുകൊണ്ട് ഡബിൾ തുണിയുടെ ആവശ്യം വരുന്നില്ല. സ്കേർട്ടിന് ഡബിൾ ആയിട്ട് വരുന്ന ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ആ നീളത്തിനുള്ള തുണി മാത്രം മതി എലൈൻ ഫ്രോക്ക് ആണെങ്കിൽ. എന്നിട്ട് നമ്മൾ ചെസ്റ്റിന്റെ പോർഷൻ എടുത്ത് അളവെടുത്തിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.